ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ കൂടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസിൻ്റെ ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ക്യാൻവാസ് ഷീറ്റും ബോർഡൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ A4 ഷീറ്റ് വൈറ്റ് പേപ്പറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിനി അതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഒരു CD അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. നമുക്കൊരു ബോർഡർ പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിലെ സാബ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്ന ആ റൗണ്ടിന് ചുറ്റുമായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ കുറച്ചൊരു ലൈൻസ് പോലെ വരച്ചു കൊടുക്കുകയാണ്. കുറച്ചൊരു വീതിയുള്ള ഒരു ലൈന് പോലെ ഒരു ലീഫിൻ്റെ ഒക്കെ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പിലൊന്നും വരയ്ക്കണമെന്നില്ല. ഇതുപോലെ നമ്മളിങ്ങനെ ചുമ്മാ റഫായിട്ടൊന്നിങ്ങനെ ചുറ്റും വരച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ലീവ്സിൻ്റെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ വരച്ചെടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സാബ് ഗ്രീൻ വെച്ചിട്ട് കുറേ ലൈൻസൊക്കെ വരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടും അതിൻ്റെ ഇടക്കായിട്ട് ഇങ്ങനെ കുറച്ച് ലീവ്സ് വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു റീത്ത് മോഡൽ റൗണ്ടായിട്ട് ഫുള്ള് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 ടൈപ്പ് ഗ്രീൻ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു അട്രാക്ഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ഗ്രീനും സാബ് ഗ്രീനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ റീത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ലീവ്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ കോട്ടൺ ബഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ഒരു സാബ് ഗ്രീൻ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു ടൈപ്പ് ലീവ്സ് അല്ലാതെ പല ടൈപ്പ് ലീവ്സൊക്കെ ഉണ്ടാവുമല്ലോ റീത്തിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളതുപോലെ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിലെ ക്രീംസൺ റെഡ് ആണ്. എന്നിട്ട് നമ്മളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൽ ആ ഒരു പെയിൻറ്റ് നമ്മൾ കുറച്ച് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ റീത്തിൻ്റെ നടുക്ക് ഭാഗത്തുണ്ടല്ലോ ഒരു വൈറ്റ് ഏരിയയിൽ, അപ്പോൾ അവിടെ നമ്മളിത് 2-3 സ്ഥലത്തായിട്ടൊന്നിങ്ങനെ വിട്ടിട്ട് ഒരു റെഡ് കളർ പെയിൻറ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3-4 സ്ഥലത്തായിട്ട് റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മജന്ത കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് അടുത്തൊക്കെ ആയിട്ട് ഇതുപോലെ 2-3 സ്ഥലത്തായിട്ട് നമ്മൾ മജന്ത പെയിൻറ്റും ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെയിൻറ്റിൻ്റെ ഈ ട്യൂബായിട്ടുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താലും മതി കേട്ടോ. നമ്മൾ ഈ പാലറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളെ കയ്യിൽ ട്യൂബും അങ്ങനെയുള്ള പെയിൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സാധാ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ പിങ്ക് കളർ, ലൈറ്റ് പിങ്ക് ഉണ്ടായിരുന്നു, ആ ഒരു പിങ്ക് കളറും അങ്ങനെ 3 കളറായിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ നടുക്കും 1-2 എണ്ണമൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ലീവ്സിൻ്റെ അവിടെയൊക്കെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് പിങ്ക് ഒരു ഡ്രോപ്പ് പെയിൻറ്റ് എടുത്തിട്ട് നമ്മളിതുപോലെ മജന്തയിൽ പിന്നെ അതുപോലെ ആ ഒരു ക്രീംസൺ റെഡിൻ്റെ നടുക്കൊന്ന് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ലൈറ്റ് പിങ്കിലേക്ക് നമ്മൾ ക്രീംസൺ റെഡ്, അപ്പോൾ അങ്ങനെ ഡാർക്കിൽ ലൈറ്റ്, ലൈറ്റിൽ പിങ്ക്, അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് മാത്രം ഒരു ഡ്രോപ്പായിട്ടൊന്നിങ്ങനെ പെയിൻറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കോട്ടൺ ബഡ്സ് ആണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡാർക്കും ലൈറ്റും ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ഡ്രോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് റൗണ്ട് ഷേപ്പായിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു പെറ്റൽ പോലെ കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഒരു റോസ് പൂവിൻ്റെ ഒരു പെറ്റൽ പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു നടുക്കുള്ള പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സായിട്ട് വരും 2 കളറും കൂടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചുറ്റുഭാഗത്തോട്ട് ഇങ്ങനെ പെറ്റൽ പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ, നല്ല ഭംഗിയാണ് ഇത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. കാരണം ആ ഒരു റോസ് പൂവിനെ പോലെ നടുക്ക് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് വരും. നമ്മൾ റോസ് പൂവിൻ്റെ നടുക്കുണ്ടാവില്ല ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന രീതിയിൽ, അപ്പോൾ അതിനൊരു റൗണ്ടായിട്ട് കിട്ടും. പിന്നെ ചുറ്റും ഇങ്ങനെ ആ ഒരു പെറ്റലിൻ്റെ ഷേപ്പിലും നമുക്ക് കിട്ടും. നമ്മൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടൊരു കോട്ടൺ ബഡ്സ് മാത്രം വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ ആ ഒരു റീത്തിൽ കുറേ ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആ ലീഫിൻ്റെ അവിടെയും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ചെറിയൊരു ടൈപ്പ് ഫ്ലവറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡാർക്കും ലൈറ്റും 3 കളേഴ്സായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇതിലൊരു അട്രാക്ഷൻ കിട്ടാനായിട്ടൊരു ലൈറ്റ് കളറും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പീച്ച് കളറൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വൈറ്റിലേക്ക് കുറച്ച് ലൈറ്റ് നമ്മൾ ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു ബ്രൗണും കൂടെ ആഡ് ചെയ്തിട്ടൊന്നിങ്ങനെ പീച്ച് കളറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതുപോലെ
ഇതുപോലെ ഞാൻ 2-3 സ്ഥലത്തായിട്ട് ആ ഒരു പെയിൻറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മളിത് ഇതുപോലെ ബഡ്സ് വെച്ചിട്ടൊന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു 4 കളറിലുള്ള കുറേ റോസ് പൂ പോലെ ഇങ്ങനെ ചെയ്തിട്ട് നല്ലൊരു ബൊക്ക പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്രിംസൺ റെഡ്, മജന്ത, ലൈറ്റ് പിങ്ക്, പിന്നെ അതുപോലെ പീച്ച് കളറ്, ഈ ഒരു 4 കളേഴ്സ് വെച്ചിട്ടാണ് ഒരുപാട് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് നല്ലൊരു ബൊക്ക പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബഡ്സ് നമ്മൾ നേരത്തെ ലീഫ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തെടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ഡോട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബൊക്കയ്ക്ക് നല്ലൊരു ഭംഗിയാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ നമ്മളെ പെയിൻറ്റിങ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. 3-4 കളേഴ്സും പിന്നെ അതുപോലെ ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ട് നല്ലൊരു അട്രാക്ഷനൊക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നമുക്ക് ഈ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ബ്രഷൊന്നും ആവശ്യമില്ല കേട്ടോ. ശരിക്കും നമ്മൾ ആദ്യം ഗ്രീൻ വരച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ബഡ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ബഡ്സ് മാത്രം യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടൊരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.